സസ്പെൻഷന് പിന്നാലെ ADGP MR അജിത് കുമാറിന്റെ നീക്കം എന്താകും? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ തന്നെയാകും അജിത് കുമാറിന്റെ നീക്കം. പ്രത്യേകിച്ച് DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് സസ്പെൻഷനിലാവുന്നത്. കടുത്ത നടപടി വേണമെന്ന KC വേണുഗോപാലിന്റെ നിലപാടിന് മുന്നിൽ മറ്റ് നേതാക്കൾ വഴങ്ങിയെന്ന വിവരമാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും പുറത്തുവരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരുടെയും പ്രതികരണം എന്താകുമെന്നതിലും ആകാംക്ഷയുണ്ട്. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, എങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കഴിഞ്ഞ സർക്കാർ മുതൽ തന്നെ ഉണ്ടായതാണ്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് DGPയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ശക്തമായ നടപടിയും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എന്ത് പറയുമെന്നുള്ള എന്ന് പറയുന്നതും കൂടി ഒരു കൗതുകമുണ്ടാക്കുന്ന കാര്യമാകും. നീക്കം എന്താകും MR അജിത് കുമാറിൻ്റെ? ഈ മാസം 31-ന് നിതിൻ അഗർവാൾ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഈ ഒഴിവിലേക്കാണ് ഒരു DGP തസ്തിക വരുന്നത്. അതിലേക്ക് MR അജിത് കുമാർ എത്തും എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ 2023-ലെ ഈ ആലപ്പുഴയിലെ മർദ്ദന കേസ്, അതിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന SITയുടെ കണ്ടെത്തൽ, ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അജിത് കുമാറിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. DGP പദവിയിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും എന്നുള്ള സൂചനകളുണ്ട്. കാരണം നേരത്തെ അന്വേഷണ സംഘത്തിനും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ അജിത് കുമാർ മൊഴി നൽകിയിരുന്നത് താൻ ഈ സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, വയനാട്ടിലായിരുന്നു എന്ന തരത്തിലൊക്കെയാണ് അജിത് കുമാറിന്റെ മൊഴി വന്നത്. എന്നാൽ ഇതൊന്നും തന്നെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ചില രാഷ്ട്രീയ ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് നേരത്തെ തന്നെ അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി എടുക്കാമായിരുന്നു, അത് വെച്ച് താമസിപ്പിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇക്കാര്യത്തിൽ ചടുലമായ കാര്യങ്ങളിലേക്ക് പോയില്ല. അവർ ചില മുട്ടാപ്പോക്ക് പറഞ്ഞ് ഇത് വൈകിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ ഉയരുന്നു. അതേസമയം KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ യുവജനങ്ങളുടെ താല്പര്യം, അവരെ മർദ്ദിച്ചതിൽ കർശന നടപടി ഉണ്ടാകണമെന്ന് നിലപാടെടുത്ു. മാത്രമല്ല KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങനെ കണ്ട് പിണക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. നേരത്തെ തന്നെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ SFI പ്രവർത്തകർ ഉൾപ്പെടെ കടന്നുകൂടിയതിനെ KSU വിമർശിച്ചിരുന്നു. എന്നാൽ അത് KSUവിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് ആദ്യം പുറത്തുവിട്ട പട്ടികയിൽ ഒരു മാറ്റം വരുത്താനും മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. ഇവിടെ ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിലും ആ തരത്തിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വീണ്ടും SITയോട് വിശദീകരണം ചോദിക്കുന്ന തരത്തിൽ DGP ആ റിപ്പോർട്ട് മടക്കിയിരുന്നു. ഇതെല്ലാം തന്നെ അജിത് കുമാറിന് അനുകൂലമായി കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണെന്നുള്ള വലിയ ആക്ഷേപമാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ കൂടി കർശനമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ പൂർണ്ണമായും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എതിരെ തിരിയുമെന്ന ഒരു നില കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. KC വേണുഗോപാൽ അനുകൂലികൾ പറയുന്നത് ഗത്യന്തരമില്ലാതെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു എന്നതാണ്. ഏതായിരുന്നാലും അജിത് കുമാറിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല പോലീസ് സേനയ്ക്കുള്ളിൽ മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. ഇതൊരു കാലത്തിന്റെ കാവ്യനീതിയാണ്. കാരണം നേരത്തെ ADGP P. വിജയൻ, അദ്ദേഹം IG ആയിരുന്നപ്പോൾ എരത്തൂർ തീവെപ്പ് കേസിൽ പ്രതിയെ പിടികൂടുമ്പോൾ പ്രതിയുടെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് ചോർത്തി, അത് സാധാരണ നിലയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, മാധ്യമങ്ങൾക്ക് പ്രതികളുടെ ചിത്രമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ചോർത്തി എന്ന പേരിൽ P. വിജയനെ സസ്പെൻഡ് ചെയ്യാൻ MR അജിത് കുമാറാണ് റിപ്പോർട്ട് നൽകിയത്. അതുവഴി P. വിജയനെ ADGP റാങ്കിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം വൈകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു സംഭവത്തിൽ ഇതാ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ DGP ആകാൻ കഴിയാതെ MR അജിത് കുമാറും ADGPയായി തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് വിവാദ പരമ്പരകൾ ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. എന്തായാലും MR അജിത് കുമാറിൻ്റെ നീക്കവുമായി ബന്ധപ്പെട്ടാണ് ഇനിയുള്ള ചോദ്യങ്ങൾ. പ്രത്യേകിച്ച് DGPയായി സ്ഥാനക്കയറ്റം കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയായിരുന്നു ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടാകുന്നത്. പ്രധാനമായും ഇനി ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്താണ് ഉണ്ടാകുന്നത്? PV വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ക്യാമ്പിനുള്ളിൽ ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണെന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റിവെച്ചാൽ പോലും വിവാദ പരമ്പരകൾക്കൊടുവിലാണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ഈ ഒരു നടപടിയുമായി മുന്നോട്ട് വരുന്നത് എന്നതുകൂടി വ്യക്തമാണ്. VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.